പ്രൗഢഗംഭീരം. മലയാളത്തിന്റെ നടന വിസ്മയത്തിന് അക്ഷരകൈരളിയുടെ ആദരവ്. സിനിമാ മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ഒരുക്കിയ മലയാളം വാനോളം ലാൽ സലാം ചടങ്ങിൽ അനന്തപുരി ഒഴുകിയെത്തി. സുരക്ഷിതമായ സംഘാടന മികവുകൊണ്ടും ജനസാഗരത്തിന്റെ സാന്നിധ്യം കൊണ്ടും ചടങ്ങ് സംസ്ഥാന സർക്കാരിന് മറ്റൊരു പൊൻതൂവലായി. ജന്മനാടൊരുക്കിയ സ്വീകരണത്തോട് അതിവൈകാരികമായിട്ടാണ് പ്രിയതാരം സംവദിച്ചത്. ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ്. ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ്. സിനിമാ മോഹവുമായി മദ്രാസിലേക്ക് പോയതും 48 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതും ഓർക്കുന്നു. ഒരു അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ്. മറ്റുള്ളവരുടെ കൈകൾ സ്പർശിക്കുമ്പോൾ മാത്രമാണ് വ്യത്യസ്ത രൂപങ്ങൾ കൈവരുന്നത്. തൻ്റെ കഥാപാത്രങ്ങളെ സ്വീകരിച്ച പ്രിയപ്പെട്ട മലയാളികളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിനും കേരളത്തിനും സമർപ്പിക്കുന്നതായി മോഹൻലാൽ മറുമൊഴി പ്രസംഗത്തിൽ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനും സംഘവും അവതരിപ്പിച്ച തിരനോട്ടവും മലയാളത്തിന്റെ പ്രിയ ഗായികമാർ ഒരുക്കിയ രാഗമോഹനവും കലാവിരുന്നിനെ ധന്യമാക്കി.